ഏറ്റവും മനോഹരമായ ക്രിയേഷൻ. അവൻ്റെ ചിറകുകൾ ഒന്ന് വിരിക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ സംഗീതം കേട്ടിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അവൻ്റെ ശബ്ദത്തിന് ഭയങ്കര മാധുര്യമായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിൻ്റെ തൊട്ട് താഴെയായിരുന്നു ലൂസിഫറിന്റെ സ്ഥാനം. ഹല്ലേലൂയ പറഞ്ഞേ. അവൻ്റെ ജോലി എന്ന് പറഞ്ഞത് ആരാധിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. സൃഷ്ടി കർമ്മം ഒഴികെ ബാക്കി സകലത്തിലും അവർ കഴിവുണ്ടായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. സൃഷ്ടി ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടത്. ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തിന് മാത്രം ആ സൃഷ്ടി അവകാശമുള്ളത്. പിന്നെ അത് ദൈവം തൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കൂടെ കൊടുത്തു. ഹല്ലേലൂയ. ലൂസിഫറിന്റെ സൃഷ്ടികർമ്മം ഒഴികെ ബാക്കിയുള്ള സകല കഴിവുകളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 28-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്? ഒരു അഭിഷിക്ത കെരൂബിനെ നിനക്ക് കാവൽ നിർത്തി. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ പോയി ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു അഭിഷിക്ത കെരൂബിനെ ലൂസിഫറിന് ദൈവം കാവൽ നിർത്തി. ഈ അഭിഷിക്ത കെരൂബിന്റെ ഈ വാക്കിന്റെ അഭിഷിക്ത കെരൂബ് എന്ന ഈ വാക്കിന്റെ ഒറിജിനൽ ഹീബ്രു മൂലപദം, ഹീബ്രുവിൽ എഴുതപ്പെട്ടിരിക്കുന്നത് മിംഷാഖ്. പറഞ്ഞ മിംഷാഖ്, MIMSHACH, മിംഷാഖ്. മിംഷാഖ് എല്ലാവരും പറഞ്ഞ മിംഷാഖ്. മിംഷാഖ് എന്ന വാക്കിന്റെ അർത്ഥം എങ്ങനെയാണ്? ഇരുവശത്തേക്കും വ്യാപിക്കുന്നത്. ഹല്ലേലൂയ പറ. ഇരുവശത്തേക്കും വ്യാപിക്കുന്നത് എന്ന് വെച്ചാൽ ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. ഹല്ലേലൂയ പറ. വർദ്ധിക്കാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. ഹല്ലേലൂയ പറ. അവൻ സകല കാര്യങ്ങളും അവന് വർദ്ധിക്കാൻ പറ്റുമായിരുന്നു. ഹല്ലേലൂയ പറ. അവന്റെ മേൽ ഉണ്ടായിരുന്ന ദൈവം കൊടുത്തൊരു അഭിഷേകമാണ് മിംഷാഖ്. പറഞ്ഞ മിംഷാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് കാര്യത്തിലും ഈ മിംഷാഖ് കിടക്കുന്നത് കൊണ്ട് അവൻ അതിനകത്ത് അഭിവൃദ്ധിപ്പെടുകയും വർദ്ധിക്കുകയും ചെയ്യും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. ഈ ലൂസിഫറിനെ ചില സമയത്തൊക്കെ എനിക്ക് ലൂസിഫറിന്റെ ബഹുമാനത്തോടെ അദ്ദേഹം എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട് ചില സമയത്ത്. പക്ഷെ പറയത്തില്ല. ലൂസിഫറിന്റെ മേലെ ഇവന്റെ മേലെ ഉണ്ടായിരുന്ന ഈ മിംഷാഖിന്റെ ഒരു വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? നിങ്ങൾ ചിന്തിച്ചോ? ഒരൊറ്റ പ്രസംഗം സ്വർഗത്തിൽ നടത്തി. ആ ഒറ്റ പ്രസംഗത്തിൽ സ്വർഗത്തിലെ 1/3 ഗണം ദൂതന്മാർ ഇവന്റെ പിന്നാലെ പോയി. ഹല്ലേലൂയ. അതുപോലെയായിരുന്നു അവന്റെ മേലെ കിടന്ന മിംഷാഖിന്റെ പ്രത്യേകത. ഹല്ലേലൂയ പറഞ്ഞേ. അവൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു, കർത്താവിനെതിരെ ദൈവദൂതന്മാരുമായി ഏറ്റുമുട്ടുകയും അവസാനം അവർ പരാജിതരാവുകയും മിഖായേലും സൈന്യം അവനെ പുറത്താക്കുകയും ചെയ്തു. ഹല്ലേലൂയ പറഞ്ഞേ. പുറത്താക്കി കഴിഞ്ഞപ്പോൾ ദൈവം കൊടുത്ത അഭിഷേകമുണ്ട്. അഭിഷേകത്തിന്റെ പേരെന്താ? ലൂസിഫറിന് മാത്രം കൊടുത്തിരുന്ന അഭിഷേകമുണ്ട്. അഭിഷേകത്തിന്റെ പേരെന്താ? മിംഷാഖ്. പറഞ്ഞ മിംഷാഖ്. ലൂസിഫർ തോറ്റപ്പോൾ ഇവൻ കാസ്റ്റ് ഔട്ട് ചെയ്തു. എന്താണ്? സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് അവനെ പുറത്താക്കി. ഓക്കെ, അവനെ ചവിട്ടി പുറത്താക്കി. അപ്പൊ ഇവൻ പോയ സമയത്ത് ഇവൻ പോയപ്പോൾ ഇവന്റെ മേൽ ഉണ്ടായിരുന്ന മിംഷാഖ് കൊണ്ടാവാൻ പോയത്. ഹല്ലേലൂയ പറ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വിളിയും ദാനങ്ങളും പിൻവലിക്കപ്പെടാവുന്നതല്ല. ഹല്ലേലൂയ. ദൈവം ഒരാളുടെ മേൽ ആരുടെയെങ്കിലും മേൽ ഒരു അഭിഷേകമോ ഒരു ദാനമോ അനുഗ്രഹമോ ഇട്ട് കഴിഞ്ഞാൽ അവന്റെ കുറവ് മൂലം പോലും ദൈവം തിരിച്ചെടുക്കുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറ. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് തന്നെ ലൂസിഫറിന്റെ മേൽ വീണ മിംഷാഖ് കൊണ്ട് അവൻ പോയി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഏരിയക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. പെരുമാറുകാരെ നിങ്ങൾക്കറിയാമോ? 2 ദിവസം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഈ വഴിക്ക് പാസ് ചെയ്ത് പോയി. ഞെട്ടിപ്പോയി. ഞാനും ശ്യാമചന്ദ്രനുള്ള രാത്രി ഒരു ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് മറ്റേ ബാഹുബലിയുടെ സെറ്റ് ഇട്ടിരിക്കുകയാണ്. സത്യം. ഹല്ലേലൂയ. രാത്രി 11 മണിക്ക് അമ്മാതിരി ഗ്ലാമറല്ലേ കാണാനായിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഏരിയക്ക് പോകുമ്പോൾ ബാഹുബലിയുടെ സെറ്റ് ഇട്ട പോലെയുണ്ട്. ഇവന്റെ പിന്നാലെ പോകുന്ന ഈ ചതൽ സേവയായാലും മറ്റ് അന്യ ദേവന്മാരുടെ അല്ലെങ്കിൽ ദേവസങ്കല്പങ്ങളുടെ പിന്നാലെ മന്ത്രവാദന കൂടത്തിൽ പോകുന്ന ആൾക്കാരെ വർദ്ധിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാവോ? പിശാചിന്റെ മേൽ മിംഷാഖുണ്ട്. ലൂസിഫറിന്റെ മേൽ അവനെ ആരാധിക്കുന്നവർക്ക് അവനത് കൊടുക്കും. ഹല്ലേലൂയ. യേശുവിനെ പ്രലോഭിപ്പിക്കാൻ വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. 3 പ്രലോഭനങ്ങളുടെ സമയത്ത് അവനെ മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ലോകത്തിലെ സർവ്വമഹത്വവും സമ്പത്തും കാണിച്ച് യേശുവിനോട് പറഞ്ഞ എന്താണ്? ഇതെല്ലാം വേണ്ടതാ, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഇത് കൊടുക്കും, എനിക്ക് എന്നെ ആരാധിച്ചിട്ട് ഇറങ്ങി തരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിന്റെ സമ്പത്തിന്റെ മേൽ അവനൊരു അധികാരവും അവകാശവും ഉള്ളത് കൊണ്ട് തന്നെ പിശാചിനെ ആരാധിക്കുന്നവനെ പിശാചിന് സമ്പത്ത് കൊടുക്കും. ഹല്ലേലൂയ. കാരണം അവന്റെ മേലൊരു മിംഷാഖ് കിടപ്പുണ്ട്. ആ മിംഷാഖിന്റെ പ്രത്യേകത വെച്ചാൽ അവന്റെ പിന്നാലെ ചാത്തൻ സേവയ്ക്കോ അല്ലെങ്കിൽ 4 വേദക്കെട്ടുകൾക്കോ ഏതിനെങ്കിലും പിന്നാലെ പോകുന്നവരുടെ മേലെ അവർക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതിന്റെ കാരണം ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെ അഭിവൃദ്ധിപ്പെടുന്നതിന്റെ സമ്പത്ത് വർദ്ധിക്കുന്നതിന്റെ കാരണം അവന്റെ മേലുള്ള ഈ മിംഷാഖിൽ നിന്ന് അവൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തത് കേട്ടോ. പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കൊടുക്കും, സമ്പത്ത് കൊടുക്കും. പക്ഷെ അവന്റെ ആത്മാവിനെ ഇവരെ എടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമ്പത്ത് കൊടുത്താൽ വളർത്തിയിട്ട് അവനെ ആത്മാവിനെ ഇവരെ പിടിച്ചെടുക്കും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നിത്യമായ നാശത്തിന് നരകത്തിനെ അവൻ അവകാശിയാക്കി മാറ്റും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. ലൂസിഫർ അവന് കിട്ടിയ
കയ്യിലെ മിംഷാക്കിന്റെ സ്റ്റോക്ക് തീർന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ തീർന്ന് പോയില്ലെന്ന് ഉറപ്പെടുന്ന കൈ പിടിക്കുക. കണ്ടോട്ടെ, അങ്ങനെ ലൂസിഫർ മിംഷാക്കിൽ കൊണ്ടുപോയി അതിനകത്ത്, അതുകൊണ്ട് നമ്മുടെ അപ്പൻ്റെ കയ്യിലെ മിംഷാക്കിന്റെ സ്റ്റോക്ക് തീർന്നില്ല എന്ന് ഉറപ്പെടുന്ന കൈ പിടിക്കുക. ശരി, ഞാനൊരു കാര്യം പറയട്ടെ. വെളിപാട് പുസ്തകത്തിനകത്ത് ഇത് കൈ പോക്കാത്തവർക്കുള്ളതാണ് കേട്ടോ. വെളിപാട് പുസ്തകത്തിനകത്ത് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ചൂട തണുപ്പുള്ളവനായിരിക്കണം, മന്ദോഷ്ണനാകരുത്. ഹല്ലേലൂയ പറഞ്ഞേ. 2 വെള്ളത്തേക്ക് ആലോചിക്കണം, 1 വെള്ളത്തിലേക്ക് ആലോചിക്കാം. ഹല്ലേലൂയ പറ. ഇന്ന് വീണ്ടും കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് ഇതൊന്നും ഞാൻ പ്രിപ്പയർഡ് കേട്ടോ. ഇത് അല്ലാത്തവർക്കുള്ള ഉത്തരവ്, അല്ലാത്തവർക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. യേശു പറഞ്ഞിരിക്കുക, നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ അതോ അതെ, ഇല്ലെങ്കിൽ ഇല്ല. ഹല്ലേലൂയ. നമുക്കൊരു സ്ട്രോങ് ആയിട്ട് ഫേം ആയിട്ട് നമുക്ക് നിലപാടുണ്ടാവണം. ഹല്ലേലൂയ പറഞ്ഞേ. ഇത് കൈ പൊക്കാത്തവർക്ക് മാത്രമുള്ളതാണ് കേട്ടോ. ശരി, നമ്മൾ ഒന്നെങ്കിൽ യേശു പറയണം അല്ലെങ്കിൽ നോ പറയണം. ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ പറയണം. ഓക്കെ, വീണ്ടും ഞാൻ ചോദിക്കുന്നു, കർത്താവ് നമ്മുടെ അപ്പൻ്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നു പോയത് മിംഷാക്ക് കൊണ്ട് പോയപ്പോൾ പോയില്ല എന്ന് ഉറപ്പുള്ള കൈ പൊക്കിക്കേ. ഇനിയും കൈ പൊക്കാത്ത 10-15 പേരുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും കൈ പൊക്കണം. കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ അപ്പൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന്. ആമേൻ പറ. ആമേൻ പറ. നമ്മുടെ അപ്പൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നേ. ആമേൻ പറ. നമ്മുടെ അപ്പൻ്റെ കയ്യിൽ മിംഷാക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ പറ. ഇനിയാണ് കളി തുടങ്ങുന്നത് കേട്ടോ. ഈ അപ്പൻ്റെ പിന്നാലെ പോയവർ, ഈ അപ്പൻ്റെ വിളി കേട്ട്, ഈ അപ്പൻ്റെ വിളിക്ക് പ്രത്യുത്തരം പറഞ്ഞ് പോയ സകലരുടെ പേരും മിംഷാക്ക് വ്യാപരിച്ചിട്ടുണ്ട്. ആമേൻ പറ. ഈ സ്വർഗത്തിലെ അപ്പൻ്റെ വിളി കേട്ട് പിന്നാലെ ഇറങ്ങിയ സകലരുടെ പേരും, അല്ലെങ്കിൽ ആ അപ്പനെ വിശ്വസിച്ച് ആ അപ്പൻ്റെ പിന്നാലെ നടക്കുന്ന സകലരുടെ പേരും, ഒരാളെന്നല്ല ആരുടെയെങ്കിലുമോ ഏതെങ്കിലും ആൾക്കാരെ നടക്കുന്ന സകലരുടെ പേരും ഈ മിംഷാക്ക് വ്യാപരിക്കും. ആമേൻ പറ. ആമേൻ പറ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തിന്റെ വാക്ക് കേട്ട് പോകുന്നവൻ ഉറപ്പായും അവന്റെ അതിർത്തികളെ ഭേദിച്ചവൻ ഇരുവശത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ പറ. ഇനി ബൈബിളിനകത്തുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ പറഞ്ഞു തരാം. 1, അബ്രഹാം. പറഞ്ഞേ, അബ്രഹാം. അബ്രഹാം മെസപ്പൊട്ടോമിയയിലെ അപ്പൻ്റെ കുടുംബത്തിൽ, അപ്പൻ്റെ വീട്ടിലിരിക്കുകയാണ്. 10-75 വയസ്സായി, മക്കളില്ല, ഒരു കൊച്ചുമില്ല. ഭാര്യ 65 വയസ്സോളം പ്രായമുണ്ട്, വന്ധ്യ എന്നറിയപ്പെടുന്നത്, ഒരു സ്വാതന്ത്ര്യമില്ല. ദൈവം അബ്രഹാത്തോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തന്ന ദേശത്ത് പോവാ, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാം. ഹല്ലേലൂയ. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാം, നിനക്ക് കുഞ്ഞുങ്ങളെ തരാം, കുഞ്ഞിനെ തരാം, നല്ല കുഞ്ഞുങ്ങളെ തരാം. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ജനതകളും ഉത്ഭവിക്കും. ഹല്ലേലൂയ പറ. ഒന്നുമില്ലാതിരിക്കെ വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന ഭാര്യ കൂടെ ഇരിക്കെ, ഒന്നുമില്ലാത്ത കുഞ്ഞില്ലാത്തവരോട് ദൈവം പറഞ്ഞു, എൻ്റെ പിന്നാലെ വാ, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ പറ. ഇന്ന് നിന്റെ മുമ്പിൽ സാധ്യതയില്ലാതിരിക്കാം, നിന്റെ മുമ്പിൽ സാഹചര്യങ്ങളെല്ലാം നെഗറ്റീവായിരിക്കാം, നിനക്ക് ചിലപ്പോൾ ഇനി ഒരു വഴിയില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടാകാമെന്ന് ഞാൻ നിന്നോട് പറയാം. എൻ്റെ ദൈവത്തിന്റെ വാക്ക് കേട്ട് പിന്നാലെ പോകാൻ നീ തയ്യാറായാൽ ഉറപ്പിച്ചോ. എവിടെയാണോ നീ വളർച്ച അനുഭവിക്കുന്നത്, എവിടെയാണോ തകർച്ച അനുഭവിക്കുന്നത്, ദൈവം നിന്നെ അവിടെ നിന്ന് എല്ലാവരും അപമാനിച്ചെടുത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ പറ. ഇന്ന് മുതൽ നീ ആ ദൈവത്തിന്റെ വാക്ക് കേട്ട് പിന്നാലെ പോകാൻ തുടങ്ങിയാൽ ഇന്ന് മുതൽ ആരുടെ മുമ്പിൽ വെച്ചാണോ നീ അപമാനിക്കപ്പെട്ടത്, എന്ത് വിഷയത്തിനാണോ നീ നാണം കെട്ടത്, അവിടെ വെച്ച് കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു നിമിഷം കരം വെച്ച് കർത്താവ് സുരക്ഷ എല്ലാ